ടാറ്റൂ ചെയ്യുക എന്നത് ഇപ്പോഴൊരു ട്രെൻഡാണ്. ടാറ്റൂ ചെയ്യുക എന്നത് ഇപ്പോഴൊരു ട്രെൻഡാണ്. എന്നാൽ അനധികൃതമായി യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെ പ്രവർത്തിക്കുന്ന ടാറ്റൂ സംഘങ്ങൾ വളരെ സജീവവുമാണ്. എല്ലാവരുടെയും സംശയമാണ്, ടാറ്റൂ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ വരുമോ, ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ, HIV വരുമോ എന്നൊക്കെ. ശരിയാണ്, ടാറ്റൂ ചെയ്താൽ വരും. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ ടാറ്റൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരും. കാരണം ഒരു ടാറ്റൂ സ്റ്റുഡിയോ തുടങ്ങുമ്പോൾ ഹെൽത്തിൻ്റെതായിട്ടുള്ള കുറേ നോംസും കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് പാലിക്കുന്ന സ്റ്റുഡിയോ ആണോ, ആർട്ടിസ്റ്റ് ഒരു വെൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണോ, സർട്ടിഫൈഡ് ആർട്ടിസ്റ്റ് ആണോ എന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾക്ക് ഒരു സ്റ്റുഡിയോയ്ക്ക് ലൈസൻസ് കൊടുക്കുന്നത്. അപ്പം അതേപോലെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ അടുക്കൽ പോയി ടാറ്റൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. ഇതേപോലെയുള്ള ഹെൽത്ത് പ്രോബ്ലംസോ ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇമാതിരിയുള്ള അമ്പലപ്പറമ്പിലോ അല്ലെങ്കിൽ വഴിവക്കത്തോ ഇരുന്ന് 100-നും 200-നും ഒക്കെ ടാറ്റൂ ചെയ്യുന്ന ആൾക്കാരുടെ അടുക്കൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരും. വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അതിനെതിരെ എന്ത് ചെയ്തിട്ടും ചിലപ്പോൾ കാരണം ഉണ്ടാകുന്ന വരില്ല. സോ ടാറ്റൂ ചെയ്യുന്ന എപ്പോഴും നമ്മളൊരു 10 പ്രാവശ്യം ആലോചിക്കുക, എവിടെ ടാറ്റൂ ചെയ്യണം, ആരുടെ അടുത്ത് പോയി ചെയ്യണം, എവിടെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് വേണം ടാറ്റൂ ചെയ്യാൻ.